നടി ആക്രമിച്ച കേസിൽ വിചാരണ തുറന്ന കോടതിയിലേക്ക് നടത്തണമെന്ന അതിജീവിത എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. ആജ്ഞ രവീന്ദ്രൻ നൽകും വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ആജ്ഞ, എന്തൊക്കെയാണ് പ്രധാനമായും അതിജീവിത പറയുന്നത്? ഭവ്യ, തുറന്ന കോടതിയിൽ വാദം വേണമെന്നാണ് നടി അതിജീവിത ഈ കേസുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ, അതായത് ഇതുമായി വാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറം ലോകം അറിയുന്നതിൽ തനിക്ക് വിയോജിപ്പില്ല. നേരത്തെ തന്നെ ഒരു വേദിയിൽ വെച്ച് താൻ ഇനി അതിജീവിതയല്ല, എന്റെ പേരിൽ തന്നെ ഈ കേസ് അറിയപ്പെടുന്നതിൽ പ്രശ്നമില്ല എന്നുള്ള പ്രഖ്യാപനം അവർ നടത്തിയിരുന്നു. പക്ഷേ നമുക്ക് ചില നിയമത്തിന് ചില രീതികളുണ്ട്. ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നേരിട്ട ഇരകളുടെ ഡീറ്റെയിൽസ് മറച്ചു വെച്ച് തന്നെ ആയിരിക്കും, അത് തന്നെയാണ് നിയമം അനുശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെയും ആ തീരുമാനത്തിൽ അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യം കോടതി പരിഗണിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തുറന്ന കോടതിയിൽ ഈ വാദം വേണമെന്ന തരത്തിൽ ഈ കേസിൽ അതിജീവിത ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് ഹർജി നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്തിമവാദം തുടങ്ങുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 7.5 വർഷമായി ഈ കേസിൽ വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യം സുപ്രീം കോടതി വരെ ചോദ്യം ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. ഇത്രയധികം കാലഘട്ടത്തിലേക്ക് വിചാരണ നീണ്ടുപോകുന്നത് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ കേസിന്റെ പ്രധാന തെളിവായിരുന്ന മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതുമായി ബന്ധപ്പെട്ട് നടി കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചത്. അതായത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ട് പോലും നടപടി ഉണ്ടായിട്ടില്ല എന്ന പരാതിയും, അത് മാത്രമല്ല ജുഡീഷ്യറിക്ക് മേൽ ഭരണ സംവിധാനങ്ങൾ ഇടപെടണമെന്ന ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് നടി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത്, രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത്. അങ്ങനെയാണ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് നീതി കിട്ടും വരെ ഏതറ്റം വരെയും പോകാൻ അതിജീവിത തയ്യാറാണ് എന്ന് കാണിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ മെസ്സേജാണ് അവർ സമൂഹത്തിന് മുൻപിലേക്ക് വെക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും തനിക്ക് ഈ കാര്യത്തിൽ ഇത്തരം താനുമായി ബന്ധപ്പെട്ട കേസിൽ അത് തുറന്ന വാദം ആക്കുന്നതിൽ തനിക്ക് പ്രശ്നമില്ല. അത് ലോകമറിയണം, മാധ്യമങ്ങൾ വഴി ലോകമറിയണം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അറിയണം, പൊതുജനങ്ങൾ അറിയണം എന്നൊരു നിലപാട് തന്നെയാണ് നടിക്ക് ഈ കാര്യത്തിലുള്ളതും. മാത്രമല്ല, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാദം നടക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിനെതിരെയാണ് മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിവാദവും ആ സമയത്തും ഉണ്ടായിരുന്നത്. അതായത് മെമ്മറി കാർഡ് 3 തവണ ടാമ്പർ ചെയ്തപ്പോൾ അത് കണ്ടെത്തിയിട്ടും അത് കോടതി ജീവനക്കാരായതുകൊണ്ട് അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളായതുകൊണ്ട് അതിന്മേൽ നടപടിയെടുക്കാനുള്ള ശുപാർശയൊന്നും ജഡ്ജിന്റെ ഭാഗത്തു നിന്നും ജസ്റ്റിസ് ഹണിയും വർഗീസ് ആണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ള വലിയ വിമർശനവും നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജഡ്ജും സംശയത്തിന്റെ നിഴലായ സാഹചര്യത്തിലാണ് അന്തിമവാദം ഇന്നലെ തുടങ്ങിയത് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. എന്തായാലും 2 ആഴ്ച കാലം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വാദം പൂർത്തിയാക്കാൻ. ഒരുപക്ഷെ സമയം നീട്ടി ആവശ്യപ്പെട്ടേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും പ്രതിഭാഗത്തിന്റെ വാദം തുടങ്ങുക. അതും കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നു ഒരു ജനുവരി സെക്കൻഡ് ഹാഫോടെ രണ്ടാമത്തെ ആഴ്ചയിലോ 3-ാമത്തെ ആഴ്ചയിലോ കേസിന്റെ വിധി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും താൻ ഇരയല്ല അതിജീവിതയാണെന്ന നിലപാട് തുടക്കം മുതൽ സ്വീകരിച്ച നടി അതിജീവിത ഇപ്പോൾ അന്തിമവാദം തുറന്ന കോടതിയിൽ നടക്കട്ടെ എന്ന നിലപാടെടുത്തതിന് പിന്നിൽ ഒരുപാട് മാനങ്ങളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഭവ്യ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മൾ കാണുന്ന സിനിമാ മേഖലയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട എല്ലാ മാറ്റങ്ങൾക്കും കാരണമായിട്ടുള്ള ഒരു കേസാണ്. എല്ലാ മാറ്റങ്ങൾക്കും അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചേർന്നു നമുക്കൊപ്പം. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇപ്പോൾ ഇതാ അതിജീവിത പറയുന്നു തനിക്ക് ഇനി തുറന്ന, അത് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കണം, അന്തിമവാദം അടുത്ത സമയത്ത് അതിജീവിത പറഞ്ഞു ഇനി തുറന്ന കോടതിയിൽ മതി വാദമെന്ന്. അത്തരത്തിലൊരു സാധ്യത അത് എത്രമാത്രമുണ്ട് തുറന്ന കോടതിയിൽ വാദം കേൾക്കാൻ, പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു കേസിന്റെ സാഹചര്യത്തിൽ? അതിന്റെ നിയമവശങ്ങൾ എങ്ങനെയാണ് അഡ്വക്കേറ്റ്? ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്നാണ് നമ്മൾ ഇത്തരം കേസുകളിൽ രഹസ്യ വിചാരണയ്ക്ക് പറയുന്നത്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് സാധാരണഗതിയിൽ ക്രിമിനൽ കോടതികളിൽ ഒരു എക്സംഷനാണ്, അതൊരു റൂളല്ല. സാധാരണഗതിയിൽ സംഭവിക്കുന്നത് തുറന്ന കോടതിയിൽ കേസ് കേൾക്കുക, വിചാരണ നടത്തുക എന്നുള്ളതാണ്. പലപ്പോഴും വാദികളുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ ഇരകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രൈവസി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം കേസുകളിൽ, സെൻസിറ്റീവ് ആയിട്ടുള്ള കേസുകളിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ഓർഡർ ചെയ്യുന്നത്. ആ അർത്ഥത്തിലാണ് ഈ കേസിലും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് തുടങ്ങിയത്. പക്ഷേ നമ്മൾ ഒരു ചരിത്ര മുഹൂർത്തം എന്ന് നമുക്ക് പറയാവുന്ന ഒരു സംഗതിയാണ്
ഇര എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, തന്റെ പേര് തന്നെ അറിയപ്പെടേണ്ടതാണ് എന്ന രീതിയിൽ പരസ്യമായ പ്രതികരണം നടത്തിക്കൊണ്ടാണ് ഈ അതിജീവിത മുമ്പോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യമല്ല, അല്ലെങ്കിൽ ഇരയുടെ താല്പര്യമല്ല ഇപ്പോൾ ഈ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ സംരക്ഷിക്കപ്പെടുന്നത് എന്ന തോന്നലാണ് ഇര ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിജീവിത ഈ ഇങ്ങനൊരു ഡിമാൻഡ് വെക്കുന്നത് തന്നെ അടഞ്ഞ കോടതി മുറികൾക്കകത്ത് നീതിയല്ല നടപ്പാക്കപ്പെടുന്നത് എന്ന തോന്നലാണ്. ഇത് വാസ്തവത്തിൽ ആ നീതിന്യായ സംവിധാനത്തിലുള്ള അവിശ്വാസം തന്നെയാണ് അതിജീവിത രേഖപ്പെടുത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഹയർ ജുഡീഷ്യറി, ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒന്നും ഇത്തരം അതിജീവിതയുടെ ഈ അവിശ്വാസത്തെ ഗൗരവത്തിലെടുക്കാത്തത്, കാണാത്തത് എന്ന ചോദ്യം നമുക്ക് മുമ്പിൽ ഉണ്ട്. അത് ഈ ചോദ്യത്തിൽ ഈ വിചാരണ കഴിഞ്ഞാലും ആ ചോദ്യം ബാക്കി നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അർത്ഥത്തിലാണ് ഇപ്പോൾ ഈ ഗൗരവമായ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്. പക്ഷേ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്താൻ തീരുമാനിച്ച ഒരു സെഷൻസ് ജഡ്ജ് ഇനി ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ നിന്ന് മാറുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്, അവർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും അതിജീവിതയുടെ ചെലവിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണ്ട, രഹസ്യ സ്വഭാവമുള്ള വിചാരണ വേണ്ട, സത്യം ജനങ്ങൾ അറിയട്ടെ, അവിടെ നടക്കുന്ന വിചാരണ എന്താണെന്നുള്ളത് ജനങ്ങൾ അറിയട്ടെ എന്ന ഒരു നിലപാടാണ് അതിജീവിത ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. മറ്റു കാര്യങ്ങൾ, ഈ വിചാരണയിൽ എന്തുകൊണ്ടാണ് രഹസ്യ സ്വഭാവം വേണ്ടത് എന്ന കാര്യം ഇനി കോടതിയാണ് പറയേണ്ടത്. അത് കോടതി പറയുമോ എന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീതിയാണ് വിചാരണയിൽ നടക്കുന്നത് എന്ന് ആർക്കും ബോധ്യമാവുന്ന തരത്തിലുള്ള ഒരു വിചാരണയാണ് അവിടെ നടക്കേണ്ടത് എങ്കിൽ തീർച്ചയായിട്ടും തുറന്ന കോടതിയിലാണ്. അതായത് അടച്ചിട്ട മുറികളിൽ തനിക്ക് നീതി ലഭിക്കില്ല എന്നൊരു അതിജീവിത പറയുമ്പോൾ തുറന്ന കോടതിയിൽ നടത്തണമെന്ന് അതിജീവിത ആവശ്യപ്പെടുമ്പോൾ അതിനുള്ള സാധ്യത എത്രമാത്രമുണ്ട് അഡ്വക്കേറ്റ്? തീർച്ചയായിട്ടും അത് ആ കോടതിയാണല്ലോ പരിഗണിക്കേണ്ടത്. നമ്മൾ ഈ കേൾക്കുന്ന സാഹചര്യം മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം മാത്രമായിരിക്കില്ല. പ്രതിഭാഗത്തിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടാവും, പ്രോസിക്യൂഷൻ എന്തെങ്കിലും പറയാനുണ്ടാവും. ആ കോടതി ഇതുവരെ നടത്തിപ്പോന്ന ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്തുകൊണ്ടാണ് മാറ്റേണ്ടത്? കാരണം ഒരു സുപ്രഭാതത്തിൽ എടുത്ത് മാറ്റാവുന്ന സംഗതികളല്ല ഇതൊന്നും. എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്തിയത്? ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്തുമ്പോൾ എല്ലാ അഭിഭാഷകരോടും മറ്റഭിഭാഷകരോട് പുറത്തു പോകാൻ പറയും, മറ്റേ ആളുകളോട് പുറത്തു പോകാൻ പറയും. അങ്ങനെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ച് വന്ന ഒരു വിചാരണ അവസാന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പൊതു വിചാരണ നടത്തേണ്ടത് എന്ന് കൺവിൻസിംഗ് ആയിട്ടുള്ള കാരണങ്ങൾ അതിജീവിതയ്ക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെറിറ്റിൽ പരിഗണിക്കപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ അതിനുള്ള ഉത്തരം പറയേണ്ടത് ആ ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ്, വിചാരണ കോടതി തന്നെയാണ്. വിചാരണ കോടതിയുടെ ഇതുവരെയുള്ള സ്വഭാവം വെച്ചിട്ട് അടഞ്ഞ മുറികളിൽ നീതി കിട്ടും എന്ന് എന്നെപ്പോലുള്ള ആളുകൾക്ക് വിശ്വാസമില്ല. ആ രീതിയിലാണ് ആ കോടതിയുടെ പെരുമാറ്റം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ പുറത്ത് മെറിറ്റോറിയസ് ആയിട്ട് എന്താണ് കോടതി പറയാനുള്ളത് എന്നാണ് നോക്കുന്നത്. ഏതായാലും കോടതി തീരുമാനിച്ചാൽ ഒരു നിമിഷം വൈകാതെ ഇതൊരു തുറന്ന കോടതിയായി മാറും, അതിലൊരു സംശയവുമില്ല. അതിന് നിയമപരമായി ഒരു തടസ്സവുമില്ല. തീർച്ചയായും. വളരെ നന്ദി ശ്രീ ഹരീഷ് വാസുദേവൻ ഞങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും കോടതി തീരുമാനിച്ചാൽ ഒരു തടസ്സവുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അടഞ്ഞ കോടതികളിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കില്ല എന്ന് തന്നെയാണ് ശ്രീ ഹരീഷ് വാസുദേവനും പറയുന്നത്. ആജ്ഞ രവീന്ദ്രൻ തുടരുന്നു നമുക്കൊപ്പം. ആജ്ഞ, പ്രധാനമായും ആജ്ഞയിലേക്ക് എത്താൻ മുൻപ് ശ്രീ രാഹുൽ ഈശ്വർ ചേരുന്നു നമുക്കൊപ്പം. ശ്രീ രാഹുൽ ഈശ്വർ, എന്തായാലും അതിജീവിത ഇപ്പോൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നാണ് പറയുന്നത്. എന്താണ് താങ്കൾക്ക് പ്രതികരണം? അതിജീവിതയ്ക്ക് എങ്ങനെ കൊടുക്കാനുള്ള റൈറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിൽ ഒന്നാണ്. അതുകൊണ്ട് അവരുടെ ഈ റിക്വസ്റ്റ് പൂർണ്ണമായും ബഹുമാനിക്കുന്നു. പക്ഷെ അത് ഇനി നിയമപരമായി പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അന്തിമ വാദങ്ങളാണ് ഇനിയും തുടങ്ങുന്നത്. കോടതി അനുവദിച്ചാൽ അത് പോസിബിൾ ആണെന്നാണ് അഡ്വക്കേറ്റ് ഞങ്ങളോട് അല്പസമയം മുൻപ് പറഞ്ഞത്. ആയിരിക്കാം അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നതൊക്കെ ഒരു ലാസ്റ്റ് മിനിറ്റ് ആണ്. സാധാരണക്കാർ ഇത് കാണുമ്പോൾ ഇതൊക്കെ അവസാന നിമിഷം ഒരുപക്ഷെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കേസ് പോകില്ല എന്ന് കണ്ട് അവർക്ക് കിട്ടുന്ന നിയമ അഡ്വൈസ് ആണെന്നാണ് പലപ്പോഴും തോന്നുക. കാര്യം ഇതെല്ലാം ലാസ്റ്റ് മിനിറ്റ് ആണ് ചെയ്യുന്നത്. പ്രസിഡന്റിന് എഴുത്തയക്കുന്നു, പ്രസിഡന്റ് ഒന്നും എഴുത്തയച്ചാൽ യാതൊരു ഗുണവും ഇല്ല നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോ അവസാന നിമിഷത്തെ തത്രപ്പാടാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ അവസാന നിമിഷത്തെ തത്രപ്പാടാണെന്ന് തോന്നുന്നില്ല. കാരണം മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ നേരത്തെ അതിജീവിത കോടതിയിൽ അവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു, അത് കാണിച്ചിരുന്നു. അതിന് മുൻപ് ADGP R ശ്രീലേഖയ്ക്കെതിരെ അതിജീവിത കോടതിയലക്ഷ്യ ഹർജി നൽകി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അത് മാത്രമല്ല രാഷ്ട്രപതിക്ക് പരാതി നൽകി താങ്കളുടെ ശ്രദ്ധയിൽ. ലാസ്റ്റ് നിമിഷത്തെ ഒരു തത്രപ്പാട്
ഏർപ്പാടാണെന്ന് കരുതാമോ? ഇതൊക്കെ ലാസ്റ്റ് മിനിറ്റിലെ കാര്യമല്ലേ. ഷീലയ്ക്കെതിരെ എങ്ങനെ പരാതിപ്പെടാൻ കഴിയും? ഇപ്പൊ അതിജീവിത നാളെ അല്ലെങ്കിൽ അതിജീവിത അല്ല കേട്ടോ, പലപ്പോഴും ചെയ്യുന്ന അതിജീവിത അഡ്വക്കേറ്റ്സ് ആണ്. ഈ അതിജീവിത നാളെ എനിക്കെതിരെ പറയുകയാണ്, ഞാൻ ഏറ്റവും ശക്തമായി ദിലീപിനെ വാദിക്കും. ഷീലയ്ക്ക് പറയാനുള്ള റൈറ്റ് ഇല്ലേ? ഷീലയ്ക്ക് എന്താ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? ആ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു DGPക്ക് എത്രയോ പേര് ദിലീപിനെ എത്രയൊക്കെ കരിവാരത്തേക്കുന്നു, എത്രയോ മാധ്യമങ്ങൾ കാവ്യമാധവനാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുന്നു. അതെ, അവർക്കെതിരെയെല്ലാം ദിലീപ് പോയി തുടങ്ങിയാലോ? അപ്പോൾ ഇതെല്ലാം അവസാന നിമിഷത്തെ കാര്യങ്ങളാണ് എന്ന് നമുക്ക് ക്ലിയർ ആയി കാണാൻ കഴിയില്ലേ? പ്രസിഡന്റിന് എഴുത്തയച്ചിട്ട് എന്താ കാര്യം? ഒരു ക്രിമിനൽ ചട്ടം കോടതിയിൽ നടക്കുന്ന കേസിന് ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് എങ്ങനെ ഇടപെടാൻ കഴിയും? അപ്പൊ ഇതൊക്കെ ന്യൂസ് വാല്യൂ ഉണ്ടാക്കാനും PR ആക്ടിവിറ്റീസ് ആണ് എന്നുള്ളൊരു തിരിച്ചറിവ്, അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റീസ് ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് പൊതുജനത്തിന് ഉണ്ടാകും എന്ന് എല്ലാവരും കരുതുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിജീവിതയ്ക്ക് തീർച്ചയായിട്ടും അവരുടെ ആശങ്കകളുണ്ടാകും. നമ്മൾ ബഹുമാനിക്കണം, അവരുടെ ഏതൊരു നടപടിയെ ബഹുമാനത്തോടെ കാണണം. ഞാൻ അതിനോട് വിയോജിക്കുന്നു, പക്ഷേ ബഹുമാനത്തോടെ കാണണം. പക്ഷേ ഇതെല്ലാം ലാസ്റ്റ് മിനിറ്റ് PR ആക്ടിവിറ്റീസും മറ്റുമാണ് എന്ന് സാധാരണ ജനം തിരിച്ചറിയുമെന്ന് നമ്മൾ മറക്കരുത്. കാര്യം ഇതൊന്നും ഒരു മീനിങ് ഫുൾ അല്ല. ഇപ്പൊ നാളെ യുണൈറ്റഡ് നേഷൻസിന് കത്തയക്കാം, ഒരു തെറ്റുമില്ല. ഇവിടെ ഇന്ത്യയിൽ തനിക്ക് നിയമം ഇതുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് എഴുത്തയക്കാം. പക്ഷെ അതിനൊന്നും ഒരു ലീഗൽ സാങ്ക്ടിറ്റിയും ഇല്ല. അതിനൊന്നും യാതൊരു ലീഗൽ സാങ്ക്ടിറ്റിയും ഇല്ല. ഇപ്പൊ ഇത് ചെയ്യാൻ പോകുന്നത് തുറന്ന കോടതിയിൽ എനിക്ക് ഇത് ചെയ്യണമെന്ന് പറയുന്നു, അത് നിഷേധിക്കുമ്പോൾ അടഞ്ഞ കോടതിയിൽ എന്തോ രഹസ്യം നടന്നു എന്നൊക്കെ അപ്പൊ പിന്നീട് പറയാൻ വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നു അതിജീവിതയെ കൂടെയുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുക. അതിജീവിതയുടെ കൂടെയുള്ള ആൾക്കാർ, അതിജീവിതയുടെ ലീഗൽ ടീം അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരുടെ കൂടെ നിന്ന് അവരുടെ വിഷമം മുതലാക്കി തങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് അവർക്ക് വേണം. അതായത് കേസിന് മെറിറ്റ് ഇല്ല, കേസ് തോക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ കേസ് തോക്കുമ്പോൾ പറയാൻ ന്യായം ഉണ്ടാക്കുകയാണിത് മാത്രം. അതായത് അതിജീവിതയുടെ കൂടുള്ള പോലീസുകാർ നടത്തിയ കള്ളത്തരങ്ങൾ, ദിലീപ് നമ്മുടെ പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു തുടങ്ങിയ കേസുകൾ, ഇങ്ങനെ പല കാര്യങ്ങളും അവസാന നിമിഷം തങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ എന്ന് പൊതുജനത്തിന് സ്വാഭാവികമായിട്ടും സംശയം തോന്നും. തീർച്ചയായും വ്യക്തമാണ്. സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വറാണ് പ്രതികരിച്ചത്. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം അത്തരത്തിലാണ്. എന്തായാലും അതിനോട് പൂർണ്ണമായി യോജിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ അഭിപ്രായം പറയാം. കാരണം താൻ ഇരയല്ല അതിജീവിത എന്ന തുടക്കം മുതൽ നിലപാട് സ്വീകരിച്ച അതിജീവിതയ്ക്കൊപ്പമാണ് തങ്ങളെന്നും ആവർത്തിച്ചു പറയുകയാണ്. അക്ന രവീന്ദ്രൻ ചേർന്ന വിവരങ്ങളുമായി. അക്ന, ഈ എന്തായാലും അതിജീവിത നിർണായകമായ ഒരു നീക്കമാണ് നടത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല. അന്തിമവാദം തുറന്ന കോടതിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത ഹർജി നൽകിയിരിക്കുന്നു. ഈ ഹർജി എപ്പോഴത്തേക്ക് പരിഗണിക്കും? അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അക്ന? ഭവ്യ, ഈ ഹർജി അന്തിമവാദം നടക്കുന്ന കോടതിയിൽ തന്നെയാണ്, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തന്നെയാണ് ഈ വാദം നടക്കുന്ന കോടതിയിൽ തന്നെയാണ് ഹർജി നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഹർജി എന്തായാലും അന്തിമവാദത്തിനൊപ്പം തന്നെ ഇത് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മറ്റൊരു കാര്യം കൂടി, അഡ്വക്കേറ്റ് ഹരീഷ് വാസ്തവൻ സൂചിപ്പിച്ചതുപോലെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസിനെതിരെയാണ് നേരത്തെ തന്നെ അതിജീവിത ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പരാതി നൽകിയിരിക്കുന്നത്. അതായത് ജഡ്ജ് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതുമായിട്ട്, തെളിവുകൾ ടാമ്പർ ചെയ്തതുമായിട്ടുള്ള അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തതുമായിട്ടുള്ള കേസിൽ അവർ നീതിപൂർവകമായ ഒരു തീരുമാനം കൈക്കൊണ്ടില്ല, അല്ലെങ്കിൽ അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചില്ല, അതിൽ വേണ്ട നടപടിയെടുത്തില്ല, കണ്ടെത്തി എന്നുള്ളതല്ലാതെ ആ ജഡ്ജി തന്നെ ഈ കേസ് പരിഗണിക്കുമ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് വാസ്തവൻ പറഞ്ഞതിന് പ്രാമുഖ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ഒരു പക്ഷേ ഈ കേസിൽ നീതി കിട്ടുമോ, അതല്ലെങ്കിൽ തനിക്ക് തുടർച്ചയായി നീതി നിഷേധിക്കുന്നതിൻ്റെ ഒരു ആശങ്ക കൂടിയായിരിക്കാം ഇത്തരത്തിലൊരു ഹർജി കോടതിയിൽ ഫയൽ ചെയ്യാനുണ്ടായത് സാഹചര്യം ഉണ്ടായത് എന്നാണ് നിയമവിദഗ്ധൻ കാട്ടിയതും. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടി അതിനുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കേസിൽ ഇങ്ങനെ ലൈംഗിക അതിക്രമത്തിൽ അതിലെ ഇരകളാകുന്ന അതിജീവിതകളുടെ വിശദാംശങ്ങൾ പുറത്തുവിടരുത് എന്നൊരു നിയമം നമുക്കുണ്ട്. അത് കാരണം അതിപ്പം ആരായാലും അവർ നേരിട്ട് വെളിപ്പെടുത്താൻ വന്നാൽ പോലും അതിജീവിതയുടെ പേരോ അതല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന സാഹചര്യങ്ങളോ വെളിപ്പെടുത്തരുത് എന്ന് തന്നെയാണ് നിയമം. അത് ലൈംഗിക അതിക്രമ കേസാകുമ്പോൾ നമ്മൾ പോലും പല കേസുകളിലും നേരത്തെ ഈ കേസ് തന്നെയും അക്രമ എന്നായിരുന്നു, അവർക്ക് നേരെ അതിക്രമം എന്നായിരുന്നു. ലൈംഗിക അതിക്രമം എന്നൊരു ടൈം ആദ്യം വന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തത ആദ്യം വന്നിരുന്നില്ല. നമ്മുടെ മാധ്യമങ്ങൾ പോലും ആ സമയത്ത് അവരുടെ പേര് ഉപയോഗിച്ച് തന്നെയായിരുന്നു വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നത്. പിന്നീടാണ് അത് ലൈംഗിക അതിക്രമ കേസ് ആവുകയും അത് നടി എന്ന് മാറുകയും അത് പിന്നീട് അതിജീവിത, നടിയല്ല, താൻ ഇരയല്ല അതിജീവിതയാണ്
എന്നൊരു തീരത്തോടു കൂടി അവർ രംഗത്ത് വരികയും തന്റെ പേരിൽ തന്നെ അറിയപ്പെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ പോലും നമ്മൾ ആരും അത് തിരുത്താൻ കാരണം അതിന് പിന്നിൽ ഇത്തരത്തിലൊരു ശക്തമായ നിയമവശമുണ്ട്. അത് പോക്സോ കേസിലായാലും ലൈംഗിക അതിക്രമ കേസിലായാലും ഇത്തരത്തിൽ ഇരകളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇരകളെ വെളിപ്പെടുത്തുന്ന പോക്സോ കേസിൽ ചില കേസുകളിലൊക്കെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന അച്ഛന്മാർ ഉണ്ടാകാം, രണ്ടാനച്ഛന്മാരുണ്ടാകാം, അടുത്ത ബന്ധുക്കൾ ഉണ്ടാകാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ പ്രതികളുടെ പേര് പോലും വെളിപ്പെടുത്താനാകാത്ത സാഹചര്യമാണ് നിയമം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. കാരണം ഒരു കാരണവശാലും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടരുത് എന്നൊരു നിയമം, പരിരക്ഷാ നിയമം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ അറിയില്ല. പക്ഷേ ഹരീഷ് വാസ്തവൻ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്തെ നീതിപൂർവകമായ ഇടപെടൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി ഈ ഒരു ഹർജിക്ക് വളരെ പ്രാധാന്യമുണ്ട്. തീർച്ചയായും വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്കാണ് അതിജീവിതം എത്തിയത്. അത് കോടതി എങ്ങനെ പരിഗണിക്കുമെന്നാണ് നമുക്കിനി അറിയേണ്ടത്. ആജ്ഞ രവീന്ദ്രനാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. നന്ദി.